അപ്പോൾ നമ്മൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ആൻഡ് ഇതൊരു പ്രാങ്ക് വീഡിയോയാണ്. എല്ലാവരും തമ്പനിയിലൊക്കെ കണ്ടു കാണും. നമ്മളൊരു ഫേക്ക് അക്കൗണ്ട് പ്രാങ്ക് ആണ് ചെയ്യാൻ പോകുന്നത്. പണ്ട് താജ്മഹാളിൽ പോയൊരു പ്രാങ്ക് ചെയ്ത പിന്നെ ഞാൻ കുറേ നാളായി പ്രാങ്ക് ചെയ്തിട്ട്, അതുകൊണ്ട് തന്നെ ആരും ഇപ്പം ഞാൻ പ്രാങ്ക് ചെയ്യാൻ പോകുന്നുള്ളൊരിത് അവരുടെ മനസ്സിൽ കാണത്തില്ല എന്ന് വിചാരിക്കുക. പ്രാങ്ക് ഞാൻ കൂടുതൽ വിശദീകരിച്ച് പറയുന്നതിന് മുമ്പേ നമുക്ക് ആരെയാണ് പ്രാങ്ക് ചെയ്യാൻ പോകുന്നത് നോക്കാം. നമ്മൾ നമ്മുടെ ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സിനെയാണ് പ്രാങ്ക് ചെയ്യാൻ പോകുന്നത്. നമുക്കിപ്പോൾ കറൻലി 58 ഫോളോവേഴ്സ് ഉണ്ട്. പക്ഷെ പണ്ടൊരു 36 പേരെ പ്രാങ്ക് ആയപ്പോഴത്തേക്കും അത് വലിയ ലെങ്ത് ഒക്കെ ആയിട്ട് 1 മണിക്കൂർ കൂടുതൽ പോയി. അതൊക്കെ എഡിറ്റ് ചെയ്യാൻ തന്നെ 2 മാസം എടുത്തു. സോ അത്രയും പേരൊന്നും പ്രാങ്കാക്കാൻ പറ്റില്ല. സോ നമ്മൾ അതിൽ നിന്ന് റാൻഡമായിട്ട് ചിലരെ തിരഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ റാൻഡമായിട്ട് തിരഞ്ഞെടുക്കുന്നതിന് മുമ്പേ നമ്മൾ ഓൾറെഡി 5 പേരെ അതിൽ നിന്ന് എടുക്കാൻ പോകണം. ബിക്കോസ് പണ്ട് നമ്മൾ പ്രാങ്ക് ചെയ്ത ആൾക്കാരില്ലേ, അവരിപ്പോഴും നമ്മൾ പ്രാങ്ക് ആക്കുന്നത്. സത്യം പറഞ്ഞാൽ 6 പേരാണ് പ്രാങ്ക് ആക്കുന്നത്. പക്ഷെ ഒരാൾക്ക് ഇൻസ്റ്റഗ്രാം ഇല്ല. പക്ഷെ കുഴപ്പമില്ല, നമ്മൾ വേറൊരു രീതിയിൽ അയാളെ പ്രാങ്ക് ആക്കുന്നതായിരിക്കും. ഇനി നമുക്ക് റാൻഡമായിട്ട് കുറച്ച് പേരെ തിരഞ്ഞെടുക്കാം. അത് 10 പേരെയാണ് തിരഞ്ഞെടുക്കാൻ പോകുന്നത്. അപ്പോൾ 10 + 6 16 പേരെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പ്രാങ്ക് ആക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ ഇവിടെയും ഒരു ക്യാമറ വെച്ചിട്ടുണ്ട്. ആൻഡ് ഇവിടെ നമ്മൾ കുറികളും വെച്ചിട്ടുണ്ട്. ഈ കുറികൾ എല്ലാത്തിലും നമ്മുടെ ആൾക്കാരുടെ പേരുകളാണ്. നമ്മുടെ ഫുൾ ആൾക്കാരുടെ പേര് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. സോ നമുക്ക് ഇതിൽ നിന്ന് 10 പേരെ സെലക്ട് ആക്കാം. ഓക്കെ, ഇറ്റ്സ് മീ കൈലാസ് 3133 രാജേഷ് ദത്ത് ഗിങ് അശ്വിൻ സ്റ്റീവ് റോബിൻ മാർട്ടിൻ ആൽബി ബ്ലൂബെറി ക്യാൻഡി ഇതാണ് നമ്മുടെ ഫേക്ക് അക്കൗണ്ട്. പൗർണമി ഈ അക്കൗണ്ടിൽ നിന്ന് റിക്വസ്റ്റ് ചെയ്യും. അപ്പോൾ അവരത് അക്സെപ്റ്റ് ചെയ്യുമായിരിക്കും. തിരിച്ച് ഫോളോ റിക്വസ്റ്റ് തരണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ മെസ്സേജ് അയക്കുന്നത് ഇങ്ങനെ ആയിരിക്കും. ഞാൻ സ്ട്രൈക്കിൻ്റെ വലിയൊരു ഫാനാണ്. സ്ട്രൈക്കിനെ നേരിട്ട് കാണണമെന്നും സംസാരിക്കണമെന്നാണ് ആഗ്രഹം. ചേച്ചി ഓർ ചേട്ടൻ സ്ട്രൈക്കിനെ ഫോളോ ചെയ്യുന്ന കണ്ടിട്ടാണ് ഫോളോ റിക്വസ്റ്റ് അയച്ചത്. സ്ട്രൈക്കിനെ നേരിട്ട് പരിചയം ഉണ്ടെങ്കിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യൂ. ഇതായിരിക്കും നമ്മൾ ചോദിക്കുന്നത്. ഫോളോ റിക്വസ്റ്റ് അയക്കും. ആളെ ഞാൻ ഓൾറെഡി ഫോളോ ചെയ്യുന്നു. ഫോട്ടോയിലുള്ള വ്യക്തി അത് ഞാൻ തന്നെയാണ്. ിട്ട് ഞാൻ ഇമാജിനറി സിസ്റ്ററിനെ ഇമാജിനറി സിസ്റ്റർ. പക്ഷെ എന്റെ അങ്ങോട്ട് ഒരു എഫക്റ്റ് വരാതിരിക്കാൻ വേണ്ടിട്ട് ഞാൻ റിക്വസ്റ്റ് അയച്ചു. ഇത് അക്സെപ്റ്റ് ആക്കൂ. ഇനി അക്സെപ്റ്റ് ആക്കിയാലും ഇവര് എന്നെ തിരിച്ച് ഫോളോ ആക്കൂ. അക്സെപ്റ്റ് ആക്കിയില്ലെങ്കിലും ഫോളോ ആക്കിയില്ലെങ്കിലും ഞാൻ മെസ്സേജ് അയച്ച അവരുടെ റിക്വസ്റ്റ് ബോക്സിൽ വന്ന് കിടക്കത്തല്ലേ ഉള്ളൂ. അവരതൊക്കെ എടുത്ത് നോക്കൂ. എനിക്ക് തിരിച്ച് ഫോളോ ആയാൽ അങ്ങോട്ട് ഫോളോ എല്ലാ സംഭവം സെറ്റായി. ഞാൻ മെസ്സേജ് അയച്ചാൽ അതിൽ റിപ്ലൈ തരുമോ? ഈ മെസ്സേജ് പാതിക്ക് റിപ്ലൈ അയച്ചിട്ട് പോകൂ. ഇങ്ങനെയൊക്കെ ആയാലും ഈ പ്രാങ്ക് ഒന്നും നടക്കത്തില്ല. സോ 14 പേര് എനിക്ക് റിപ്ലൈ തന്നില്ല. ഞാൻ എത്ര നാളും ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടത് പറയാം. ബിക്കോസ് ഈ പൗർണമി എന്ന് പറഞ്ഞ അക്കൗണ്ട് ഞാൻ എത്ര കാലം മുമ്പ് ഉണ്ടായി. ബിക്കോസ് ഇപ്പം ഈ റീസെൻ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ ന്യൂ എന്ന് വരില്ലേ. അങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് തന്നെ ഇതൊരു പ്രാങ്ക് ഒന്ന് മനസ്സിലാക്കത്തില്ലേ. കറക്റ്റ് 1 വീക്ക് എല്ലാവർക്കും ടൈം കൊടുക്കും. അപ്പം എല്ലാവരും ഫ്രീക്വൻ്റ്ലി മൊബൈൽ യൂസ് ചെയ്യണം എന്നില്ലല്ലോ. ഒരാഴ്ചക്കുള്ളിൽ ഫോളോ റിക്വസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ അക്സെപ്റ്റ് ആക്കി എല്ലാ സംഭവം സെറ്റാക്കി ഒരാഴ്ചയ്ക്ക് ശേഷം നമുക്ക് അപ്ഡേറ്റ് പറയാം. ആ സമയത്ത് നമുക്ക് എല്ലാവർക്കും മെസ്സേജ്. അപ്പോൾ ഒരാഴ്ചയ്ക്ക് ശേഷം നമുക്കിനി വരാം. ഇന്ന് ഈ വീഡിയോയുടെ ഭാഗം ഇത്ര കിട്ടും. ഓക്കെ, ഒരാഴ്ച കഴിഞ്ഞിരിക്കുകയാണ്. ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും മഴയൊക്കെ ആയി, മൂടലായി. എന്താ ചെയ്യുക?
ഓക്കെ, നമുക്ക് എന്തായാലും നമ്മുടെ ഈ പ്രാങ്കിൽ ഒരാഴ്ച കൊണ്ട് എന്തൊക്കെയാണ് സംഭവിച്ചത്, ആരൊക്കെ റിക്വസ്റ്റ് അക്സെപ്റ്റ് ആക്കി, ആരൊക്കെ അക്സെപ്റ്റ് ആക്കാത്തത് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. 10 പേര് നമ്മുടെ ഫോളോ റിക്വസ്റ്റ് അക്സെപ്റ്റ് ആക്കിയിട്ടുണ്ട്. 3 പേരാണ് നമ്മളെ തിരിച്ച് ഫോളോ ആക്കിയത്. ആ മെസ്സേജ് അയക്കാം. ചേച്ചി സ്ട്രൈക്കിന്റെ ഫ്രണ്ട് അല്ലേ? എനിക്ക് സ്ട്രൈക്കിനെ നേരിട്ട് കാണണം എന്നും സംസാരിക്കണം എന്നും ആഗ്രഹം ഉണ്ട്. എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യൂ. ബാക്കിയുള്ളവർക്ക് ഇതുപോലൊക്കെ തന്നെ ചേട്ടൻ സ്ട്രൈക്കിനെ ഫോളോ ചെയ്യുന്നത് കണ്ടാ റിക്വസ്റ്റ് അയച്ചു, അങ്ങനെ പറയാം. മഴ പെയ്യുന്നുണ്ട്, ഞാൻ പറയുന്നത് കേൾക്കാമെന്ന് വിശ്വസിക്കുന്നു. കൈലാസിന് മെസ്സേജ് അയക്കാൻ പറ്റുന്നില്ല. യു ക്യാൻ മെസ്സേജ് അക്കൗണ്ട് അൺലെസ് ദേ ഫോളോ യു. ഇനി ഞാൻ എന്താ ചെയ്യാ? നമുക്ക് കൈലാസത്തിന് പകരം വേറെ ഒരാളെ തിരഞ്ഞെടുക്കാം. നിനക്ക് പൗർണമി എസ് എന്ന് പറയുന്ന ഒരു ഫോളോവർ ഉണ്ടോ? പൗർണമി ആ ഉണ്ട്. ആ കൊച്ച് എനിക്ക് റിക്വസ്റ്റ് ഇട്ട് കൊറേ നാളെ എനിക്ക് ഇടുന്നേ. എനിക്ക് അറിയാൻ മേലാത്ത കൊച്ചായിട്ട് ഞാൻ ഡിലീറ്റ് ആക്കി കളഞ്ഞു. അപ്പൊ ഇന്നത് റിക്വസ്റ്റ് മെസ്സേജ് അയച്ചു. പിന്നെ ചേച്ചി സ്ട്രൈക്കിനെ ഫോളോ ചെയ്യുന്നില്ലേ, ഞാൻ സ്ട്രൈക്കിന്റെ വലിയ ഫാനാ, അതുകൊണ്ടാ റിക്വസ്റ്റ് ഇട്ട്, എനിക്കൊരു ഹെൽപ്പ് ചെയ്യാവോ എന്നൊക്കെ പറഞ്ഞു. ആ കൊച്ച് എനിക്കും മെസ്സേജ് ഒക്കെ അയച്ചായിരുന്നു. പക്ഷേ അത് ഇഗ്നോർ ആക്കി. പെൺകൊച്ചാണോ അത്? എനിക്ക് അതറിയത്തില്ല. നോക്കണ്ടല്ലോ. വേണ്ട റിപ്ലൈ ഒന്നും അയക്കണ്ട. ബ്ലോക്ക് ആക്കി വിട്ടേക്കൂ. ശരി എന്നാ. അതിന്റെ ഇടയ്ക്ക് എന്നെ ശ്രീഷ്മ എന്നെ കോൾ ചെയ്തിരിക്കുന്നു. എന്നോട് കാണണം എന്നൊക്കെ പറയുന്നു. ഇതിനെ എനിക്കറിയാം. ഇതിനറിയോ? മെസ്സേജ് അയച്ചിട്ടുണ്ടോ? എനിക്കും മെസ്സേജ് അയച്ചായിരുന്നു. കാണലൊക്കെ കാണാനൊന്നും പോകുന്നില്ല. കൊറേ ദിവസമായി അയക്കുന്നു. ഞാനിപ്പോ ഇന്നാണ് ഫോളോ ആക്കിയത്. അപ്പൊ ഇങ്ങനെ നോക്കണ്ട ബ്ലോക്ക് ആക്കിക്കോ. ഞാൻ പറഞ്ഞായിരുന്നു കാണാനൊന്നും പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞായിരുന്നു. എന്നോട് പറഞ്ഞു എങ്ങനെയും മീറ്റ് ചെയ്യണമെന്നൊക്കെ. അത് വേണ്ട ബ്ലോക്ക് ആക്കി. അത് വല്ല തട്ടിപ്പാണോന്ന് എനിക്കറിയില്ല. അതാ ഞാൻ പറഞ്ഞ ബ്ലോക്ക് ആക്കാൻ. പിന്നെ ഞാൻ ബ്ലോക്ക് ആക്കാം. ആ കുട്ടി എന്തായാലും ഫാൻ ആയിരിക്കും, പക്ഷെ നേരിട്ട് കാണുന്നപ്പോഴത്തെ സിറ്റുവേഷൻ അതൊന്നും നടക്കുന്ന കാര്യം. ഓക്കെ, ഇപ്പോഴാണ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത്. ഞാൻ ആ കുറി എടുക്കുന്നതൊന്നും റെക്കോർഡായിട്ടില്ല. അന്ന് റെക്കോർഡ് ആവാത്തതിൻ്റെ മെയിൻ കാരണം എനിക്ക് കോള് വന്നു ഈ ഫോണിൽ. അതാണ് സിനാൻ. ഓക്കെ, അയാളാണ് നമ്മൾ കൈലാസിനായാലും തിരഞ്ഞെടുത്തേക്കണൊക്കെ. പവിത്രയുടെ മെസ്സേജാണ് നോക്കുന്നത്. അതിന് എന്നോട് എന്തിനാ പറയുന്നേ? ആരാണ് എന്താണെന്ന് അറിയാൻ ഞാൻ എങ്ങനെയാ ഹെൽപ്പ് ചെയ്യുന്നേ? എവിടെയാ വീടൊക്കെ ഞാൻ എവിടെ കൊണ്ട് കൊടുക്കും? ട്രിവാൻഡ്രം. എന്താ ചെയ്യുന്നേ? പഠിക്കുക. എന്ത് കുഞ്ഞു വെച്ചാലല്ലേ ഞാൻ ചേച്ചി എന്നൊക്കെ വിളിച്ചേ. ഇവിടെ നിന്ന് വന്ന് മീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? അതറിയില്ല. ഞാൻ പറഞ്ഞു നോക്കാം. ഫേക്ക് അല്ലല്ലോ. അല്ല, ഫേക്ക് ആണെങ്കിലും എനിക്ക് പ്രശ്നമില്ല. പക്ഷെ ഞാൻ ഫേക്ക് അല്ല. നീ എന്നാ കറക്റ്റ് ആയിട്ട് എനിക്ക് മെസ്സേജ് അയച്ചേ? വേറെ കുറെ പേർക്ക് അയച്ചു. ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യും, ഞാൻ പറഞ്ഞേക്കാം. നീ വേറെ ആരോടെങ്കിലും ഇത് പറഞ്ഞ് മെസ്സേജ് അയച്ചായിരുന്നോ? ആർക്കാ അയച്ചേ? എന്നിട്ട് ആരും റിപ്ലൈ തന്നില്ലേ? തന്നു. അതാരാന്നറിയില്ല. ഐഡി ഇല്ല. ഞാൻ സ്ട്രൈക്കിന്റെ കസിനാണ്. തോന്നുന്നു. ഞാൻ പറഞ്ഞേക്കാം. യൂട്യൂബ് ചാനൽ കണ്ട് വന്നാണോ നീ? അതെ. നീ പേഴ്സണായിട്ട് ഇത് അയച്ചായിരുന്നു. റിപ്ലൈ തന്നില്ല. ചെറിയൊരു പടക്കം പൊട്ടിക്കട്ടെ. എനിക്ക് മെസ്സേജ് അയച്ചു. ഇപ്പം കൊടുക്കണ്ട. കുറെ പേരെന്നോട് പറഞ്ഞു മെസ്സേജ് അയച്ചെന്ന്. ഞാൻ അച്ചുവിന് മെസ്സേജ് അയക്കാൻ ഇരിക്കുവായിരുന്നു. എല്ലാവരോടും ഇങ്ങനെയൊക്കെയാ ചോദിച്ചത്. ഈ കാണുമെന്ന് ഡൗട്ട് ഉണ്ടായിരുന്നു. അതാ ഒന്നും പറയാൻ. എനിക്ക് ആ കൊച്ചു മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുവാ. ഞാനിപ്പോൾ അൺഫോളോ ചെയ്തു. ഇതാരാ അറിയോ? അറിയാം. ബ്ലോക്ക് ആക്കിയേക്ക്. എല്ലാവർക്കും ഈ കൊച്ചു മെസ്സേജ് അയക്കുന്നുണ്ട്. പിന്നെ അറിയോ? അറിയാം. എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇപ്പോഴല്ല, കുറേ നാൾ മുമ്പ് അന്ന് പറ്റില്ലെന്ന്. ഇവിടെ തൊട്ട് നമുക്ക് എല്ലാം സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കൊടുക്കാം. കാരണം ഞാനൊരു സംഭവം. ഓക്കെ, ഇതും കൊടുത്തേക്കാം. എന്താ സംഭവം?
എന്നോട് സംസാരിച്ചു. അതല്ല പിന്നെന്താ, അവള് മെസ്സേജ് അയച്ചാൽ റിപ്ലൈ തരുമല്ലോ. സ്റ്റോറി കണ്ടിട്ടില്ല. അവളെ അത്ര വലിയ കണക്ഷൻ ഒന്നും ഇല്ല. എനിക്കറിയാം ഗെയിം ഫ്രണ്ട് ലിസ്റ്റിലും ഇൻസ്റ്റയിൽ ഫോളോ ആക്കിയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. വേറെ ആരോടെ നോക്കും. അവളെ ഞാൻ യൂട്യൂബിൽ കണ്ട് ഫോളോ ആക്കിയ. എൻ്റെ ലാസ്റ്റ് മെസ്സേജ് റിപ്ലൈ തന്നിട്ടില്ല കേട്ടോ. ഞാൻ എന്ത് കൊളാബ് ചെയ്താലോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ചോദിക്കുക കാരണം എന്നെ ഫോളോ ആക്കിയതാണ്. അതെ, ഞാൻ വിചാരിച്ച എൻ്റെ ഫ്രണ്ട് വല്ലൊരു ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി പണി തരാനാകുമെന്ന്. ഹാഫ് ട്രൂ ആണ്, ഹാഫ് ട്രൂ അല്ല. ഫ്രണ്ട്സ് ഒന്നും അല്ല, പണി തരാനും അല്ല. എനിക്കവളെ അറിയില്ല. എൻ്റെ ഫ്രണ്ട് എന്നാൽ അവളെ ഫോളോ ആക്കിയിട്ടുണ്ട്. ഞാൻ അവനോട് ചോദിക്കാം, സെറ്റാക്കാൻ നോക്കാം. നീ എപ്പോഴും കളിക്കും. നല്ല മഴയാ, ഞാൻ പറയുന്നത് കേൾക്കാനല്ലേ. ഓക്കെ, താങ്ക് യു ചേട്ടാ. നിന്റെ എഫക്റ്റ് ഫ്രണ്ട് ആണോ അവൾ? അല്ല. അവളോട് പറഞ്ഞു ചിലപ്പോൾ റിപ്ലൈ കിട്ടും. ഓ ഇവിടെയും നമുക്ക് എനിക്ക് വയ്യ. വായിച്ചു നോക്കുന്നൊക്കെ പറയും. ഞാൻ തന്നെയല്ലേ ഇതൊക്കെ അയച്ച്. എനിക്കും മെസ്സേജ് അയച്ചാൽ ആരാ അത്? എനിക്കറിയില്ല. കുറേ നാളായി തുടങ്ങിയിട്ട്. ഞാൻ ബ്ലോക്കാക്കി. അശ്വിൻ ഹലോ അയച്ചിട്ടുണ്ട്, നമുക്ക് ഹായ് അയക്കാം. സിനാൻ ഹേ അയച്ചിട്ടുണ്ട്. പക്ഷെ സിനാൻ ഇതുവരെയും പൗർണമിക്ക് മെസ്സേജ് ഒന്നും അയച്ചിട്ടില്ല. പക്ഷെ സ്റ്റോറി ഡിലീറ്റ് ആക്കണ്ടായിരുന്നു ഇപ്പം എനിക്ക് തോന്നുന്നു. കാരണം ഇതുവരെ ഇത്രയൊക്കെ ആയിട്ട് ഇത്ര പേർക്ക് ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ട് ഞാൻ അത് ബേസ് ചെയ്തൊരു സ്റ്റോറി ഇടാതിരിക്കുന്ന കണ്ടല് ആർക്കൊക്കെ ഡൗട്ട് അടിക്കില്ലേ. പക്ഷെ ഞാൻ സ്റ്റോറി ഇട്ട് കഴിഞ്ഞാൽ ഇനിയും പ്രാങ്കാക്കാനുള്ളവരെ പ്രാങ്കാക്കാൻ പറ്റത്തുമില്ല. മറ്റേ സ്റ്റോറി ഡിലീറ്റ് ആക്കുമെന്ന് പൗർണമി ചോദിച്ച രീതിയിൽ. ഓക്കെ, അപ്പം അങ്ങനെ നിങ്ങൾ സംബന്ധിച്ച് സൈഡിൽ കൊടുത്തേക്കാം. മെസ്സേജ് അയച്ചാൽ പറയാൻ ഇപ്പം നടന്ന ആ കാര്യത്തിൽ കൂടെ തന്നെ പോവാം. എനിക്ക് മെസ്സേജ് അയച്ചാൽ താങ്ക്സ്. കാരണം അതല്ലേ പറഞ്ഞത്. അങ്ങനെ ഈ അക്കൗണ്ട് എങ്ങനെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു? അയ്യോ, ഇത് തുടങ്ങിയില്ലേ. റിപ്ലൈ അയക്കണ്ട. കുറേ പേർക്ക് ഇങ്ങനെ അയക്കുന്നുണ്ട്. ബ്ലോക്ക് ആക്കിക്ക്. എന്താ മെസ്സേജ് അയച്ചത്? മെസ്സേജ് എന്താ അയച്ചത്? നേരിട്ട് കാണാമെന്ന്. പക്ഷേ വെയിറ്റ് ആക്കാൻ പറ. ഓക്കെ ഗൈസ്, പിറ്റേ ദിവസം ആയിരിക്കുകയാണ്. നമുക്ക് ബാക്കി മെസ്സേജ് കാര്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ, ചെയ്യാലോ. നീ സ്ട്രൈക്കിൽ മെസ്സേജ് അയച്ചു നോക്കിയോ? ഞാൻ അയച്ചു, റിപ്ലൈ തന്നു. കാരണം ഇങ്ങനെയാണല്ലോ. സ്ട്രൈക്കിൻ്റെ അക്കൗണ്ടിൽ സിനിമ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗൈസ് ഗെയിമിലെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നേ. പൗർണമി എന്ന് പറഞ്ഞ ആളെക്കുറിച്ചൊന്നും പറയുന്നില്ല. ആൽബിൻ, രാജ് സുനീഷ്, അൻഫോറിൽ, അഞ്ജുബറ, ലക്ഷ്മിപ്രിയ, ബ്ലൂബെറി കാൻഡി, റോബിൻ മാത്യു, ഇവരൊന്നും നമുക്ക് ഇതുവരെയും റിപ്ലൈ തന്നിട്ടില്ല. വിളിച്ച് ചോദിക്കാം ഇനി ആളുടെ മെസ്സേജ് വന്നോ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ വിളിക്കാം. വൈകുന്നേരം വരെ ഇവർ റിപ്ലൈ തന്നില്ലെങ്കിൽ ഓക്കെ. ഇപ്പം നമുക്ക് ആദിത്യ വി നമുക്ക് തന്നെ പ്രാങ്കാക്കാം. ഇങ്ങനെ പൗർണമി എന്ന് പറഞ്ഞ ആള് എല്ലാവരെയും വിളിക്കുന്നു, എന്നെ കാണുമെന്നൊക്കെ പറയുന്നു. ഒരുപാട് പേര് എൻ്റെ ഫോളോവേഴ്സിനെ എല്ലാം വിളിച്ചിങ്ങനെ സംസാരിക്കുക. ഭയങ്കര പ്രശ്നമാണ്, എന്താ ഞാൻ ഇനി ചെയ്യുക? ഓക്കെ, അങ്ങനെ ആദ്യത്തെ ഇങ്ങനെ റിയാക്ട് ചെയ്ത് നോക്കാം. ഒരു വലിയ പ്രശ്നം. ഞാൻ പറഞ്ഞില്ലായിരുന്നു ഒരു പൗർണമിനെ പറ്റി. എന്നെ കാണണമെന്നും സംസാരിക്കണമെന്നും പറഞ്ഞ നീ ഇപ്പം എൻ്റെ എല്ലാ ഫോളോവേഴ്സിനും അയാൾ മെസ്സേജ് അയക്കും. നീ ഞാൻ എന്താ ചെയ്യുക? ഏത് പൗർണമി ഞാൻ അയാളെ മറന്നു. ഷടാ, നമുക്ക് ഫോട്ടോ അയച്ചു കൊടുക്കും. ഓർക്കുന്നില്ലേ? ചാറ്റും കൂടെ ഒന്ന് അയച്ചു കൊടുത്തേക്കാം. ഇപ്പൊ ഓർമ്മ വന്നു. കാണണം എന്ന് പറഞ്ഞിട്ടേ ഇന്നലെയും മെസ്സേജ് അയച്ചു. ഞാൻ സ്റ്റോറി ഇട്ടായിരുന്നു, ഡിലീറ്റ് ആക്കും ചോദിച്ചു. അവളെ വിശ്വസിക്കരുതെന്ന് ഇട്ടെ. ഇത് സ്റ്റോറി അടിപൊളി. പിന്നെ ഇടണ്ടേ, എല്ലാവർക്കും ഉള്ള മെസ്സേജ് അയച്ചു, എൻ്റെ കാര്യം പറഞ്ഞു. ഇങ്ങനെ കുറേ പേര് എന്നെ കോണ്ടാക്ട് ചെയ്തു. കൊള്ളാം. ഫുള്ള് പ്രശ്നമാ. ഫോൺ വിളിച്ചു. ധനലക്ഷ്മിയും ശ്രീഷ്മയും വിളിച്ചു. ബാക്കി എല്ലാവരും മെസ്സേജ് അയച്ചു. അവളെന്താ ഇവരോട് പറഞ്ഞു? അന്നെ അവൾക്ക് കാണണം, അതിന് ഹെൽപ്പ് ചെയ്യുമോ? അവളുടെ ചേട്ടനെ ചോദിച്ചിട്ടായിരിക്കും. ചേട്ടനോ? അവൾക്ക് ചേട്ടൻ കിട്ടും. എന്നോട് അങ്ങനെയൊന്നും പറഞ്ഞില്ല. അല്ല, ഇതിൽ അങ്ങനെ പറഞ്ഞല്ലോ. ധനലക്ഷ്മി സെൻഡ് ചെയ്തത് ഒന്നുകൂടെ നോക്കിയേ. അതെനിക്ക് പറ്റിയൊരു മിസ്റ്റേക്കാണ് കേസ്. ചേട്ടനും ചേച്ചിയും തമ്മിൽ മാറിപ്പോയത് ഇവിടെ അയച്ചപ്പോൾ. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാൻ ചേച്ചിയുടെ കാര്യം വീണ്ടും താഴെ തന്നെ അയച്ചിട്ടുണ്ട്. അതിങ്ങോട്ടൊന്ന് സെൻഡ് ആക്കി. ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല. ധനലക്ഷ്മി ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് എനിക്ക് അറിഞ്ഞില്ല. ആദ്യത്തെ വിഷയം ശ്രദ്ധിച്ചു. ബ്രേവ് ഗേൾ. തിരിച്ചാ പറയുന്നേ. ആരെ ഉള്ള ചേട്ടൻ എനിക്കറിയില്ല. അങ്ങനെയൊന്നും എന്നോട് പറഞ്ഞില്ല. ഇവൾ ഉടായിപ്പ. അതെനിക്കും തോന്നി. ഇനി മെസ്സേജ് അയച്ചത് ഇവൾ തന്നെയാണ്. എന്താ ഉറപ്പ്? അതും ശരിയാ. അവൾ പിന്നെ മെസ്സേജ് അയച്ചോ? ഇന്നലെ ഞാൻ പറഞ്ഞു കാണാമെന്ന്. എല്ലാവർക്കും മെസ്സേജ് അയക്കുന്നത് നിർത്താൻ വേണ്ടി. കാണാം. ഇപ്പൊ തന്നെ കാണും. നോക്കിയിരിക്കത്തേ ഉള്ളൂ. ആരാധന മൂത്ത് വട്ടായ ആയിരിക്കും. അതെന്നെ ബ്ലോക്ക്. അതിന് ഞാൻ ഫോളോ ചെയ്യുന്നില്ലല്ലോ. ബാക്കിയുള്ളവരല്ലേ ബെസ്റ്റ്. ഇനി ആരെങ്കിലും വിളിക്കുവാണെങ്കിൽ ആ കൊച്ചിന്റെ കാര്യം തീർന്നു. നമ്മൾ റിപ്പോർട്ട് അടിക്കും. മറ്റേ പൗർണമി ഇല്ലേ, അതിന്റെ ആരാന്ന് ഞാൻ കണ്ടുപിടിച്ച്.
അത് കൃഷ്ണ എന്ന് പറഞ്ഞ ഒരാളാ. FF കളിക്കുന്നയാ. കൃഷ്ണ സുരേന്ദ്രനാന്നേ ഉള്ളൂ. അതെ അതെ. പ്രാങ്കായില്ലേ? വിളിച്ച എല്ലാവരും പ്രാങ്കായി. അതോർത്തിട്ടെനിക്ക് ഞാൻ കൃതാർത്ഥയായി. നമുക്ക് അൻഫോറയിലിനെയും ബ്ലൂബെറി ക്യാൻറ്റീനെയും പ്രാങ്ക് ചെയ്യാൻ പറ്റില്ല. കാരണം അവരുടെ കോണ്ടാക്ട് ചെയ്യണ്ടെങ്കിലെന്ന് എനിക്ക് അറിയാം. ബാക്കി 4 പേരെയും കോണ്ടാക്ട് ചെയ്യാൻ എനിക്ക് പറ്റും. പ്രാങ്ക് ആയിരുന്നു എന്ന് അറിയിക്കേണ്ടതുണ്ട്. അത് പൗർണമിയില്ലേ, അതൊരു പ്രാങ്ക് ആയിരുന്നു. അത് ഞാൻ തന്നെയാ. ഇനി ഈ സാധനം തന്നെ എല്ലാവർക്കും കോപ്പി എടുത്ത് വയ്ക്കാം. കളിപ്പിക്കുന്നവിടെ സ്ട്രൈക്ക് കിട്ടിയ രസമല്ലേ. വെയിൽ വന്നെങ്കിൽ എനിക്ക് അവിടെ പോയി ഇരുന്ന് ചെയ്യും. പിന്നെ എനിക്ക് അപ്പോഴേ അത് വള്ളിയാണെന്ന് തോന്നിയതാ. ആണോ? ബട്ട് ആരാന്ന് അറിയില്ലല്ലോ, അതുകൊണ്ടൊന്നും മിണ്ടില്ല. നീ എത്ര പേരെ പ്രാങ്ക് ആക്കി? ഇങ്ങനെ 15 പേര്. ഇൻസ്റ്റഗ്രാമിൽ ഫോളോവേഴ്സ് മൊത്തം ഒന്നും എടുക്കാന്നില്ലേ? അപ്പോൾ 60 പേരില്ലേ? ലോങ് ആവും. അടി പറഞ്ഞു നമ്മൾ തിരിച്ച് പൊളിച്ചില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്ക്രിപ്റ്റഡ് ആയിരുന്നല്ലേ. ഇത് ഞാൻ പൗർണമിയോട് പറയണോ? എന്ത് വേണം ഇത് പ്രത്യേകിച്ച് അടിപൊളി പ്രാങ്ക്. അല്ല, എന്നെ എന്തിനാ പ്രാങ്ക് ചെയ്തേ? എനിക്ക് കിട്ടുമ്പോഴത്തേക്കിനെ കിട്ടി. മറ്റേ കൊച്ചു പിന്നെ വല്ലതും അയച്ചായിരുന്നോ? പിന്നെ ഓക്കെ, അതറിയാൻ വേണ്ടി വിളിച്ചായിരുന്നു. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. അതൊരു പ്രാങ്ക് ആയിരുന്നു. ഞാൻ അയച്ചേ. എത്തിക്കപ്പെട്ടല്ലേ? അടുത്ത പ്രാങ്ക് നമുക്ക് ഇതില് സെറ്റ് ആക്കാം. ഒന്നമ്മ പിന്നെ മെസ്സേജ് അയച്ചായിരുന്നോ? എന്നാ വേറെ ക്യാമാ എനിക്ക് അറിഞ്ഞൂടത്. എനിക്കത് കുറെ ദിവസമായിട്ട് ഇങ്ങനെ റിക്വസ്റ്റ് വരുന്നുണ്ടായിരുന്നു. ഞാനത് ഡിലീറ്റ് ചെയ്തായിരുന്നു. മെസ്സേജ് അയച്ചു ഇങ്ങനെ സ്ട്രൈക്കിനെ കാണണം എന്നൊക്കെ എന്നോട് പറഞ്ഞു. ട്രിവാൻഡ്രവാ, സ്ട്രൈക്കിന്റെ വലിയ ഫാനാ, കാണണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ നോക്കിയപ്പം രഞ്ജിനി ചേച്ചിനൊക്കെ ഫോളോ ചെയ്തേക്കുന്നു. സ്ട്രൈക്കിന്റെ അക്കൗണ്ട് ഫോളോ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ പറയാന്ന് വെച്ചിരിക്കുവായിരുന്നു. പിന്നെ കുറച്ച് എന്നെ ഫോളോ ചെയ്തു. ഫോളോ ചെയ്തിട്ട് റിപ്പോർട്ട് ചെയ്തു. ഒരു കാര്യം പറയാനുണ്ട്. അതൊരു പ്രാങ്ക് ആയിരുന്നു. എനിക്ക് ആദ്യം മെസ്സേജ് ഒക്കെ തോന്നിയായിരുന്നു. കൺഫേം ചെയ്തിട്ട് പറയാന്ന് വിചാരിച്ചത്. അപ്പൊ സ്റ്റോറി കണ്ടപ്പോ ഞാൻ പെട്ടെന്ന് അങ്ങ് റിപ്ലൈ തന്നതാ. മറ്റേ പൗർണമി പിന്നെ വല്ല മെസ്സേജ് അയച്ചോ? ഇല്ല. ഓക്കെ, അതറിയാൻ വേണ്ടി വിളിച്ചാ. ആണോ? എന്നാ ശരി, ഓക്കെ. പിന്നെ വല്ലതും അയച്ചോന്ന് അറിയാൻ വേണ്ടി വേറൊരു കാര്യം കൂടെ ഉണ്ട്. അതൊരു പ്രാങ്ക് ആയിരുന്നു. എങ്ങനെ ഇതൊക്കെ പറ്റുന്നു? അത് ഞാൻ തന്നെ. അത് AI വെച്ചിട്ട്. എത്ര നാളായി പ്രാങ്ക് ചെയ്യാനായിട്ട് തയ്യാറെടുത്ത്? 1 മാസമായെന്ന് തോന്നുന്നു. എത്ര പേരെ പ്രാങ്ക്? ഞാൻ 16 പേരെ ടോട്ടല്. വലിയ പ്രാങ്കായി പോയി. വിശ്വസിച്ചല്ലേ? ഞാൻ ഇന്നലെ ഫോൺ വിളിച്ചപ്പോ ഇടയ്ക്ക് ചിരിച്ചാ. ഞാൻ വിചാരിച്ചു പിടിച്ചെന്ന്. അതുപോലെ തന്നെ ഞാൻ പൗർണമിയായിട്ട് മെസ്സേജ് അയച്ചപ്പോ ഒരു മിസ്റ്റേക്കും ഉണ്ടായിരുന്നു. ഇടയ്ക്ക് ചേട്ടൻ ചേച്ചി ഞാനും ആഴ്ച കരുതി വലിയ ഏതോ പുള്ളിക്കാരനാ. വിളിച്ചോ? വിളിച്ചപ്പോ ക്ലാസ്സിലാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ ആള് വീണ്ടും മെസ്സേജ് അയച്ചോന്ന് അറിയാൻ വേണ്ടി വിളിച്ച ശരിന്ന് പറഞ്ഞ് വെച്ച്. ഞാൻ മറ്റേ പൗർണമിയുടെ കാര്യം പറയാൻ വേണ്ടിട്ടായിരുന്നു. എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ റിപ്ലൈ ഒന്നും കൊടുക്കരുത്. ആണോ? ഞാൻ വേറൊരു കാര്യം പറയട്ടെ. അതൊരു പ്രാങ്ക് ആയിരുന്നു. എന്തോ ആകൃഷ്ണേ കൊള്ളാം. എനിക്കിനും വിചാരിച്ചു വേറെ. അതാണ്. എന്നാലും എവിടുന്ന് കിട്ടുന്നു? അത് എന്റെ ബുദ്ധിയിൽ നിന്ന് ഉരുത്തിരിഞ്ഞാണ്. കുറച്ചു ദിവസമായല്ലോ ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ട്. ആയി. തനിക്ക് അയച്ചല്ലേ? അയച്ചു. നാനാളും ഏതാണ്ടൊക്കെ ചീത്ത പറഞ്ഞേ. കൃഷ്ണനോട് പറഞ്ഞോ?
ആ പറഞ്ഞു. എന്നിട്ട് എന്താ പറഞ്ഞു? ശരിക്കും വേറെ ആരും ആന്ന് വിചാരിച്ചെന്ന്. സ്റ്റോറി ഒക്കെ ഇട്ട് അതൊക്കെ കണ്ടോ? ഞാൻ കണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് അത് ഡിലീറ്റ് ആക്കി. എവിടുന്ന് കിട്ടി ഐഡിയ? നല്ല ഭയങ്കര ബുദ്ധിയായോണ്ട്. ഭയങ്കര ബുദ്ധി തന്നെ. ഇത് യൂട്യൂബ് ഇടാനാണോ? ഇതാണോ റെക്കോർഡ് ചെയ്യുന്നതിന് പറഞ്ഞേ? അതെ. ഓ എന്റെ പൊന്നോ, അതല്ലേ സീക്രട്ട് ആണോ? പറ്റിക്കപ്പെട്ടില്ലേ? ഇനിയുണ്ടോ ഇതോടൊക്കെല്ലോ? വരുന്നുണ്ട്. ഓക്കെ, കരുതിയിരിക്കണം. അതായത് സ്ട്രൈക്കിന്റെ കാര്യം പറഞ്ഞിട്ട് ആരെങ്കിലും മെസ്സേജ് അയച്ചായിരുന്നോ? അല്ല, അങ്ങനെ ഒരാള് എല്ലാവരെയും ഇങ്ങനെ മെസ്സേജ് അയക്കുന്നു. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ ശരിയാണ്. ഞാൻ ഇപ്പോഴാ ശ്രദ്ധിച്ച എന്റെ റിക്വസ്റ്റിൽ കിടക്കുവായിരുന്നു. എന്തോ ഒരു മെസ്സേജ് വന്നു, ഞാൻ ഓപ്പൺ ചെയ്തില്ല. എന്നാ ചെയ്യണ്ടേ? ഞാൻ ഓപ്പൺ ചെയ്ത സ്ക്രീൻഷോട്ട് അയച്ചു തരാം എന്താ അയച്ചെന്നുള്ളത്. നീ പറഞ്ഞപ്പോഴാണ് നോക്കിയത്. അത് എന്താ ഒരു പ്രാങ്ക് ആയിരുന്നു. ആണോ? അത് ഞാൻ തന്നെ അയച്ചതാ. എന്താ കണ്ടന്റ്? അതെ. റെക്കോർഡ് ചെയ്തോ? എന്നിട്ട് റെക്കോർഡ് ചെയ്യുക. സ്ട്രൈക്കിനെ കാണണം എന്ന് വല്ലതും പറഞ്ഞ ആരെങ്കിലും മെസ്സേജ് അയച്ചായിരുന്നോ ഇൻസ്റ്റഗ്രാമില്? ഇല്ലേ? സ്ട്രൈക്കിനെ കാണണം, സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരാളിപ്പം എന്നെ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും ഇങ്ങനെ മെസ്സേജ് അയച്ചോണ്ടിരിക്കുക. അതാ ചോദിച്ചേ. ആണോ? കണ്ടില്ല. ഇൻസ്റ്റാഗ്രാം ഒന്ന് ഓപ്പൺ ചെയ്യാ. അല്ല, നേരിട്ട് കാണണം. ആണോ? ഞാൻ വേറൊരു കാര്യം പറയട്ടെ. ഇതൊരു പ്രാങ്ക് ആയിരുന്നു. നറുക്കിട്ടപ്പോ രഞ്ജിനിമോളെ കിട്ടി. ഞാനൊരു ഫേക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് രഞ്ജിനിമോക്ക് മെസ്സേജ് അയച്ചു. അതാ ഞാൻ ഇന്ന് വിളിച്ച് ചോദിച്ചേ. ഹലോ, പൗർണമിയാണോ? പൗർണമി. കണ്ടിരുന്നെങ്കിൽ ഞാൻ ശരിക്കും റിപ്ലൈ കൊടുത്തു. എന്റെ അനിയത്തി എന്നൊക്കെ പറഞ്ഞു. ഒരു ദിവസം ആയില്ലേ, എന്നിട്ടും കാണാത്തോണ്ടാ വിളിച്ചു പറഞ്ഞത്. രജിമോൾ അതാ ഇൻസ്റ്റാഗ്രാം അങ്ങനെ നോക്കാറില്ല, അതുകൊണ്ടാ. കണ്ടന്റ് ആക്കാനല്ലായിരുന്നു. അതെ, ഇത് കണ്ടന്റ്. ഇവള് പറഞ്ഞു ചിറ്റയുടെ അടുത്ത കണ്ടന്റ് അമ്മയാ. ചിറ്റയെ അമ്മ വെച്ചിട്ട് കണ്ടന്റ് ഉണ്ടാക്കുമെന്ന് പറയും. സൈക്കിന്റെ വല്ല പേര് പറഞ്ഞ ആരെങ്കിലും മെസ്സേജ് അയച്ചായിരുന്നോ? ഇല്ലേ? അങ്ങനെ വല്ല മെസ്സേജ് വരുവാണെങ്കിൽ റിപ്പോർട്ടും ബ്ലോക്കും ആക്കി വെച്ചിട്ടേക്കണേ. ഏതോ ഒരാളിങ്ങനെ അയക്കുന്നുണ്ട്. അല്ല, വേറെ പേരില്. പൗർണമി. എനിക്ക് അയച്ച്, എനിക്ക് റിക്വസ്റ്റ് ഇടുന്നുണ്ട് എല്ലാ ദിവസവും. എന്നിട്ട് ഞാൻ അക്സെപ്റ്റ് ആക്കിയില്ല. ഞാൻ നോക്കിയിട്ട് മ്യൂസിൽ ആരും ഇല്ല. പെങ്കൊച്ചിനെ കണ്ടിട്ട് എവിടെയൊക്കെയോ കണ്ട പോലെ ഒരു മുഖച്ചായ. എനിക്ക് എല്ലാ ദിവസവും റിക്വസ്റ്റ് ഇടുന്നുണ്ട്. അന്നാ അത് അക്സെപ്റ്റ് ആക്കണ്ട, അതാ കൊച്ച. ഒരാഴ്ചയായി ഇപ്പൊ എനിക്ക് റിക്വസ്റ്റ് ഇടുന്നു. അപ്പൊ പ്രൈവറ്റ് ആയിരുന്നു, പിന്നെ മ്യൂച്വലും ഇല്ല. ഞാൻ അക്സെപ്റ്റ് ചെയ്തില്ല. നന്നായി. അക്കൗണ്ടിൽ ഇട്ടുകൂടായിരുന്നോ? ഞാൻ സ്റ്റോറി ഇട്ടായിരുന്നു. അപ്പത്തേക്കും ആ കൊച്ചു വന്ന് ഡിലീറ്റ് ആക്കി. എല്ലാരും തന്നെ ക്ലോസ് ഫ്രണ്ട് ആക്കണം, എന്നിട്ട് സ്റ്റോറി ഇട്. ഇപ്പൊ വിളിച്ചവരൊക്കെ പറയുന്നത് ഇന്നലെ ആ മെസ്സേജ് അയച്ചേ ഉള്ളൂ, പിന്നെ മെസ്സേജ് അയച്ചില്ലെന്ന്. എനിക്ക് കൺഫ്യൂഷൻ ഇരിക്കുവായിരുന്ന ഫോളോ ചെയ്യണോ വേണ്ടയോ. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. അയ്യോ, നല്ല പ്രാങ്ക് ആയിരുന്നു കേട്ടോ. വിശ്വസിച്ചോ? ഇത് വരും. വിശ്വസിച്ച് പ്രതീക്ഷിച്ചില്ല കേട്ടോ ഒട്ടും. കിടന്ന് റിക്വസ്റ്റ് ഇടുവാ. പിന്നെ നിങ്ങൾ അക്സെപ്റ്റ് ആക്കിയല്ലേ എനിക്ക് മെസ്സേജ് ഇടാൻ പറ്റും. മെസ്സേജ് ഇട്ടോ? പക്ഷെ എനിക്ക് വന്നിട്ടില്ല. അതെന്താ വരാത്തെ? ഞാൻ എന്തെങ്കിലും റിപ്ലൈ തന്നേനെ. നിന്റെ ചായയല്ലേ? എന്റെ ഫോട്ടോ കൊടുത്തിട്ട് എനിക്ക് തോന്നി ഇതിനെ എവിടെയോ കണ്ടിട്ടുണ്ട്. പ്രാങ്കായില്ലേ? ശരിക്കുമായി. ആദ്യമായിട്ടാ കേട്ടോ ഞാൻ പ്രാങ്ക് ആവുന്നേ.
ഇതെന്ത് ഇത്ര നാളെ പിന്നെ പ്രാങ്ക് ആയില്ലേ? അറിയാമല്ലോ എന്തായാലും വിളിക്കുന്ന എന്തേലും ഉടായ്പായിരിക്കുമെന്ന്. ഇത് കൊറേ നാളായില്ലേ വിളിച്ചിട്ട്, അത് കാരണം പെട്ടെന്ന് ഇങ്ങോട്ട് പ്രാങ്ക് ആയിപ്പോയി. എപ്പം വിളിച്ചാലും എന്തേലും ഉടായ്പുണ്ടാവും. ഞാൻ ഓർ ഇച്ചിരി മാറിയെന്ന് ഞാൻ തെറ്റിച്ച്. നമ്മൾ റോബിനെ വിളിച്ചായിരുന്നു, പക്ഷെ റോബിൻ ഫോൺ എടുത്തില്ല. ഇപ്പൊ നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുകയാണ്. അത് ആരെങ്കിലും സ്ട്രൈക്കിനെ ചോദിച്ച് മെസ്സേജ് അയച്ചായിരുന്നോ എന്നറിയാൻ വിളിച്ചതാ. ഇല്ലെന്നോ ചെക്ക് ചെയ്ത് നോക്ക്. അല്ലെങ്കിൽ ഒക്കെ വരുവാണേന്ന് മൈൻഡ് ചെയ്യണ്ട. ഇത് പാളിയെന്നാണ് തോന്നുന്നത്. ഒരു പ്രാങ്കാ. പൗർണമിയസ് എന്ന് പറയുന്ന ആരെങ്കിലും ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചെങ്കിൽ അത് ഞാൻ അയച്ചതാ. ഷടാ, ഇതിനാണോ ഞാൻ ഇത്ര നേരം വെയിറ്റ് ചെയ്തിരുന്നേ? എനിക്ക് വല്ല വട്ടായെന്നും വിചാരിച്ചതാണ്. എന്തായാലും ഓക്കെ. സ്ട്രൈക്കിനെ അറിയുമോന്ന് വല്ലതും ചോദിച്ച് വല്ല മെസ്സേജോ വന്നായിരുന്നോ? ഇല്ലല്ലേ. അതെന്താണെന്ന് വെച്ചാൽ ഏതോ ഒരാളിങ്ങനെ സ്ട്രൈക്കിനെ അറിയുമെന്ന് ചോദിച്ചിട്ട് കുറേ പേർക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ കുറേ പേര് എന്നോട് ചോദിച്ചു. അപ്പം അതുമല്ലോ നിങ്ങൾക്ക് കിട്ടിയോന്ന് അറിയാൻ കൂടെ വിളിച്ച്. കിട്ടിയിട്ടില്ലല്ലോ? അങ്ങനെ വല്ലതും കിട്ടുവാണെങ്കിൽ ബ്ലോക്ക് ആക്കി വിട്ടേക്കേ കേട്ടോ. അന്ന് ഓർമ്മയാണെങ്കിൽ ഉറങ്ങിക്കോ കേട്ടോ. അങ്ങനെ വല്ലതും മെസ്സേജ് കിട്ടിയായിരുന്നോ? അങ്ങനെ വല്ലതും കിട്ടുവാണെങ്കിൽ ബ്ലോക്ക് ആക്കണേ. പിന്നെ വേറൊരു കാര്യമുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞത് ചുമ്മാതെ, അത് പ്രാങ്ക് ആയിരുന്നു. റിയാക്ഷൻ ഒന്നും ഇല്ലല്ലോ. റിയാക്ഷൻ വേണം. അപ്പോൾ ഗൈസ്, ഒരാഴ്ചയും 2 ദിവസവും നീണ്ടു നിന്ന ആ പ്രാങ്ക് അവസാനിച്ചിരിക്കുകയാണ്. ഇത്രയൊന്നും പ്രതീക്ഷിച്ചതല്ല. ആരും റിപ്ലൈ ഒന്നും തരത്തില്ല എന്നാ വിചാരിച്ചത്. എൻ്റെ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ മുഴുവൻ പേരും പ്രാങ്ക് പോയി. നമുക്ക് റിപ്ലൈ തരാത്തവരെ ഞാൻ അങ്ങോട്ട് വിളിച്ച് പ്രാങ്ക് ആക്കി. അപ്പോൾ എല്ലാവരും സ്ട്രൈക്കിൻ്റെ അക്കൗണ്ട് ഫോളോ ചെയ്ത് വെച്ചേക്കുക. ചിലപ്പോൾ അടുത്ത പ്രാങ്കിൽ നിങ്ങൾ ഇൻക്ലൂഡ് ആയാലോ, പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ശരി, ഓക്കെ, ബൈ.